തപാൽ വോട്ടുകൾ തിരുത്തിയെന്ന ജി സുധാകരന്റെ വെളിപ്പെടുത്തലിൽ അന്വേഷണം നിലച്ചിരിക്കുകയാണ്. തെളിവുകളുടെ അഭാവത്തിൽ കേസന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകാനാകില്ല എന്നുള്ളതാണ് പോലീസ് പറയുന്നത്. ആലപ്പുഴ സൗത്ത് പോലീസ് ജില്ലാ പോലീസ് മേധാവിക്ക് റിപ്പോർട്ട് നൽകിയിരിക്കുന്നു. ആലപ്പുഴയിൽ നിന്ന് ദേവൻ MP നമുക്കൊപ്പം ചേരുകയാണ്. ദേവൻ, പഴയ തെരഞ്ഞെടുപ്പ് വിവരങ്ങളായതിനാൽ തന്നെ തെളിവുകൾ ശേഖരിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണോ പോലീസിന്റെ റിപ്പോർട്ട്? ബിനിൽ, അങ്ങനെ തന്നെയാണ് ഇപ്പോൾ ആലപ്പുഴ സൗത്ത് പോലീസ് ജില്ലാ പോലീസ് മേധാവിക്ക് റിപ്പോർട്ട് നൽകിയിരിക്കുന്നത്. ഇത് സംബന്ധിച്ച് സംഭവം എങ്ങനെയാണെന്ന് വെച്ചാൽ ആലപ്പുഴയിൽ നടന്ന കേരള NGO യൂണിയൻ സംസ്ഥാന സമ്മേളനത്തിനനുബന്ധിച്ച് നടന്ന പരിപാടിയിലാണ് ജി സുധാകരൻ ഇത്തരത്തിലൊരു വെളിപ്പെടുത്തൽ നടത്തിയത്. 1989 KV ദേവദാസ് മത്സരിച്ച ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പോസ്റ്റൽ ബാലറ്റ് വോട്ടുകൾ തുറന്ന് തങ്ങൾ തിരുത്തി എന്ന ഒരു പരാമർശമായിരുന്നു ജി സുധാകരൻ നടത്തിയത്. എന്നാൽ ഈ പരാമർശം ഏറെ വിവാദമായതോടുകൂടി പിറ്റേ ദിവസം തന്നെ മറ്റൊരു പരിപാടിയിൽ എത്തുകയും ജി സുധാകരൻ ഇത് NGO യൂണിയനിലുള്ള പാർട്ടി അനുഭാവികളായുള്ള യൂണിയൻ ഭാരവാഹികൾക്ക് ഒരു താക്കീത് നൽകാൻ, അല്ലെങ്കിൽ അവർക്കൊരു ജാഗ്രത നൽകാൻ വേണ്ടി പറഞ്ഞതാണെന്നും പ്രസംഗത്തിൽ ഒരു അല്പം മേമ്പൊടി കലർത്തി പറഞ്ഞതായിരുന്നുവെന്നുമായിരുന്നു ജി സുധാകരൻ പിന്നീട് പിറ്റേ ദിവസം ഇത് സംബന്ധിച്ച് പറഞ്ഞത്. ഏതായാലും സംഭവത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അടിയന്തരമായി ഇടപെടുകയും മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ തന്നെ ആലപ്പുഴ ജില്ലാ തെരഞ്ഞെടുപ്പ് ഓഫീസറായിട്ടുള്ള ജില്ലാ കളക്ടർക്ക് ഇത് സംബന്ധിച്ച് അന്വേഷിക്കാനായി ഉത്തരവ് നൽകുകയും ചെയ്തിരുന്നു. തുടർന്നാണ് ജില്ലാ കളക്ടറുടെ പരാതിയിൽ ആലപ്പുഴ സൗത്ത് പോലീസ് ജി സുധാകരനെതിരെ കേസെടുക്കുന്നത്. ബൂത്ത് പിടിക്കുന്നത് അടക്കമുള്ള ഗുരുതരമായ വകുപ്പുകൾ ചുമത്തിക്കൊണ്ടായിരുന്നു ജി സുധാകരനെതിരെ കേസെടുത്തത്. എന്നാൽ ആ ഘട്ടത്തിൽ തന്നെ പോലീസിന്റെ ഭാഗത്തുനിന്നും ഈ കേസന്വേഷണവുമായി മുന്നോട്ട് പോകുന്നതിൽ സാങ്കേതിക തടസ്സങ്ങൾ ഉണ്ടാകുമെന്നുള്ള കാര്യം വ്യക്തമാക്കിയിരുന്നു. കാരണം 89 നടന്ന ഒരു തെരഞ്ഞെടുപ്പിനെ പറ്റി ആക്ഷേപം ഇപ്പോൾ ഉയരുന്ന സാഹചര്യത്തിൽ അത് സംബന്ധിച്ചുള്ള തെളിവുകൾ ശേഖരിക്കുന്നതിൽ പോലീസിന് ചില ബുദ്ധിമുട്ടുകളുണ്ട്, പ്രത്യേകിച്ചും പോസ്റ്റൽ ബാലറ്റുകൾ ആയതിനാൽ തന്നെ. മാത്രമല്ല, ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട രേഖകളെല്ലാം തന്നെ പരമാവധി 2 വർഷം വരെ മാത്രമാകും സൂക്ഷിച്ചു വെക്കുക. അതിനപ്പുറത്തേക്കുള്ള രേഖകൾ ഇപ്പോൾ ലഭ്യമാകുന്നതിൽ ചില സാങ്കേതിക തടസ്സങ്ങൾ ഉണ്ടായിരിക്കും എന്നുള്ള കാര്യം വ്യക്തമാക്കിയിരുന്നു. ഈ തെളിവുകളുടെ അഭാവത്തിൽ തന്നെ ഇപ്പോൾ ഈ അന്വേഷണവുമായി മുന്നോട്ട് പോകാൻ കഴിയില്ലെന്നുള്ള വിവരമാണ് ഇപ്പോൾ ആലപ്പുഴ സൗത്ത് പോലീസ് ജില്ലാ പോലീസ് മേധാവിക്ക് നൽകിയിരിക്കുന്ന റിപ്പോർട്ട്. ബിനിൽ, ശരി, വ്യക്തമാണ്. തപാൽ വോട്ടുകൾ തിരുത്തിയെന്ന ജി സുധാകരന്റെ വെളിപ്പെടുത്തലിൽ അന്വേഷണം നിലച്ചിരിക്കുകയാണ്. മതിയായ തെളിവുകളില്ല എന്നുള്ളതാണ് പോലീസ് അറിയിക്കുന്നത്.